നമ്മളിവിടെ ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്. ഒരു കല്യാണമല്ല, 108 കല്യാണങ്ങൾ ഇവിടെ ഒരുമിച്ച് നടക്കുകയാണ്. ഇത്രയും കല്യാണങ്ങൾ ഒരേ സമയം ഒരേ പന്തലിൽ നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിനടുത്തുള്ള പൗർണമിക്കാവ് ക്ഷേത്രത്തിലാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു കല്യാണം നടക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ പൗർണമിക്കാവ് ക്ഷേത്രം. മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഇവിടെ നട തുറക്കാറുള്ളൂ, അതും പൗർണമിയുടെ അന്നാണ് കേട്ടോ. അങ്ങനെ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി നമ്മൾ ഈ പന്തലിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ കല്യാണം കൂടാൻ വന്നവരുടെ നല്ല തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഏകദേശം ഇപ്പോൾ മുഹൂർത്തത്തിന് സമയമായിട്ടുണ്ട്. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. പയ്യനും പെണ്ണും ഒക്കെ മണ്ഡപത്തിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കണ്ടില്ലേ, നല്ല തിരക്കാണ് ഇവിടെ, ഫുള്ള് നല്ല തിരക്കാണ്. ഈ കല്യാണങ്ങളുടെ മറ്റൊരു പ്രത്യേകത, ഇന്നിവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന വധൂവരന്മാരെല്ലാം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത് കൂടിയാണ്. ഈ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് കുറേ പ്രശസ്തരായിട്ടുള്ള വിശിഷ്ട അതിഥികളൊക്കെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ആൾക്കാർ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ ഇവിടെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നേക്കുന്നത്. ഇവരാരെയും തന്നെ ഒഫീഷ്യലായിട്ട് ക്ഷണിക്കാതെയാണ് എല്ലാവരും വന്നേക്കുന്നത് ഇവിടെ. അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തത് മുഹൂർത്തത്തിൻ്റെ സമയമായിട്ടുണ്ട്. അങ്ങനെ ഈ 108 കല്യാണങ്ങൾ ഒരേ സമയം ഒരേ പന്തലിൽ വെച്ച് നടക്കുകയാണ്. ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നമ്മളാരും ഒന്നീ കൂടെ കല്യാണം ഒരേ സമയം ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഈ കല്യാണം ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു കല്യാണം കൂടിയാണ്. ഇത്രയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കല്യാണങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മച്ചാമാരെ, അങ്ങനെ താലികെട്ടും മോതിരം മാറ്റമൊക്കെ കഴിഞ്ഞ് അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളിലെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ക്യാമറയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ കുറേ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് ഈ കല്യാണം നടത്തി കൊടുത്ത ഇതിന്റെ സംഘാടകരൊക്കെ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഈ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനിയും ഈ ക്ഷേത്രവും ഒക്കെയാണ് കേട്ടോ ഇതിന്റെ മുഖ്യ സംഘാടകർ. ഇവിടെ കല്യാണം കൂടാമെന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ സംഘാടകർ സദ്യയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1,00,000 ആൾക്കാർക്കാണ് സദ്യ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതായാലും കല്യാണം കഴിഞ്ഞ് സദ്യ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഈ വിവാഹത്തിന് വേണ്ട സ്വർണവും അതുപോലെ 108 പേർക്കുള്ള വസ്ത്രവും അവർക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള ഫുഡ് സാധനങ്ങളും എല്ലാം ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനിയും ക്ഷേത്ര ട്രസ്റ്റും ഒക്കെ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ചില ഓൺലൈൻ ചാനലൊക്കെ ഈ വിവാഹത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനാണ് ചേട്ടന്മാരെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട അതിഥികളൊക്കെ ക്ഷണിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള, അതേപോലെ തിരുവനന്തപുരത്തിൻ്റെ MP ഡോക്ടർ ശശി തരൂര്, അതേപോലെ ജനപ്രിയ സിനിമാ താരമായിട്ടുള്ള ദിലീപ്, അങ്ങനെ കുറേ വിശിഷ്ട അതിഥികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താലികെട്ട് കഴിഞ്ഞ് സദ്യ കൊടുത്തു തുടങ്ങിയതുകൊണ്ട് ആൾക്കാരുടെ തിരക്കിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി ഷൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി നോക്കാം. ഇവിടെ തിരക്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട് പോലീസിനെ കൂടാതെ ബ്ലാക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഇവരാണ്. വിവാഹത്തോടനുബന്ധിച്ച് നല്ല കിടിലം പ്രോഗ്രാമൊക്കെ സംഘാടകർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തൃശ്ശൂരുള്ള ഒരു ടീമാണ്. ഇവർ മുള കൊണ്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ മണ്ഡപത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്ന വിശിഷ്ട വ്യക്തികളൊക്കെ ദമ്പതിമാർക്ക് ആശംസകളൊക്കെ നേർന്ന് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമുക്കകത്തോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് ദമ്പതിമാർക്ക് ആശംസകളൊക്കെ നേർന്ന്. ഇദ്ദേഹം ആദിവാസികളിലെ ആദിവാസികളുടെ രാജാവാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ വിവാഹവും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും ഒക്കെ നടക്കുന്നത്. നമ്മളെപ്പോലെ അല്ല കേട്ടോ, ആദിവാസി ഊരിൽ വിവാഹത്തിന് മുന്നേ തന്നെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഏകദേശം അവസാനിച്ച് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.